Hello friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5G യെ പറ്റിയും ഇന്ത്യയിൽ 5G എത്തുന്നതിനെ പറ്റി ഇഷ്ടംപോലെ ന്യൂസുകളും റൂമേഴ്സും ആണ് നമ്മൾ ഇന്റർനെറ്റിൽ കാണാറ്. 2021 അവസാനത്തോടെ ഇന്ത്യയിൽ 5G ലോഞ്ച് ചെയ്യുമെന്നാണ് ജിയോയുടെ സിഇഒ ആയ മുകേഷ് അംബാനി പറഞ്ഞത്. ഒട്ടുമിക്ക എല്ലാ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളും അവരുടെ 5G മോഡലുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ബഡ്ജറ്റ് സ്മാർട്ട് ഫോണുകൾ മുതൽ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണുകൾ വരെ ഇപ്പോൾ 5Gയോട് കൂടിയാണ് വരുന്നത്. പക്ഷേ ഷവോമിയുടെ ഇന്ത്യയിലെ സിഇഒ ആയ മനു കുമാർ ജെയിൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് 2021 അവസാന പകുതിയോടെ ഇന്ത്യയിൽ ബാൻഡുകളുടെ ലേലം നടത്തി കഴിഞ്ഞാൽ തന്നെ 2-3 വർഷത്തിന് ശേഷം മാത്രമേ ഇന്ത്യയിൽ 5G ലോഞ്ച് ചെയ്യുകയുള്ളൂ എന്നാണ്. 5Gയെ പറ്റി ഇഷ്ടംപോലെ ചോദ്യങ്ങളും നമുക്ക് ഉത്തരവില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. ഇന്ത്യയിൽ 5G എന്നത്തേക്ക് ലോഞ്ച് ചെയ്യും? ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇന്റർനെറ്റിലേക്ക് കാണുന്ന ആ ഒരു മിന്നൽ വേഗത 1000 Mbps സ്പീഡ് എന്ന് പറയുന്ന ആ ഒരു സ്പീഡ് നമുക്ക് കിട്ടുമോ? അത് മാത്രമല്ല ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഒരു 5G സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇവയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ചാനൽ ഇത്തരത്തിലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസും പിന്നെ ചെറിയ രീതിയിലുള്ള കണ്ടന്റ് ക്രിയേഷൻ വീഡിയോസും ആണ് ചെയ്യുന്നത്. സോ ഇത്തരം ടോപ്പിക്കൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയിലെ 5Gയുടെ ഫീസിബിലിറ്റി സംസാരിക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് 5G എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് 5Gയെ പറ്റിയുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ മാറുകയുള്ളൂ. സോ 5G എന്ന് പറയുന്നത് സെല്ലുലാർ നെറ്റ്വർക്കിന്റെ 5ാമത്തെ ജനറേഷൻ ആണ്. 2G, 3G, 4G, ഇപ്പോൾ 5G. 3G, 4G, 5G എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത മൈക്രോവേവ് റേഡിയേഷൻസ് വെച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇത് എല്ലാം വേവുകളാണ്. ഈ വേവിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് ഫ്രീക്വൻസീസ് ആണ്. 5Gയിലും ഇത്തരത്തിലുള്ള ഫ്രീക്വൻസീസ് ആണ് ഉള്ളത്. പക്ഷേ 5Gയിൽ 2 ടൈപ്പ് ഫ്രീക്വൻസിയാണ് മെയിനായിട്ട് വരുന്നത്. ഒന്നാമത്തേത് സബ്-6 വേവും രണ്ടാമത്തേതായിട്ട് മില്ലിമീറ്റർ വേവ്. എന്താണ് സബ്-6 വേവ്, എന്താണ് മില്ലിമീറ്റർ വേവ്? നമുക്കൊരു എക്സാമ്പിളോട് കൂടി തന്നെ എന്താണ് സബ്-6 എന്നും എന്താണ് മില്ലിമീറ്റർ വേവ് എന്നും പരിചയപ്പെടാം. നമ്മളൊരു ട്രെയിൻ സങ്കല്പിക്കുക, ഒരു ദീർഘദൂരം ഓടുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ. ആ ഒരു പാസഞ്ചർ ട്രെയിൻ കേരളത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെയാണ് സഞ്ചരിക്കുന്നതെന്ന് വിചാരിക്കുക. സോ ഈ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകത ഇത് കുറച്ച് സ്ലോ ആയിരിക്കും. പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആയിരിക്കും. പക്ഷേ കുറച്ച് താമസിച്ചെങ്കിൽ തന്നെ നമുക്ക് വിചാരിക്കുന്ന ഡെസ്റ്റിനേഷനിൽ നമുക്ക് എത്താൻ സാധിക്കും. ഇനി ഒരു മെട്രോ ട്രെയിൻ സങ്കല്പിക്കുക. മെട്രോ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും. ഒരു സ്റ്റേഷനിൽ നിർത്തി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അടുത്ത സ്റ്റേഷനിലെത്തും. അങ്ങനെ പെട്ടെന്നായിരിക്കും നമ്മുടെ ട്രാവലിംഗ് നടക്കുന്നത്. പക്ഷേ പോരായ്മ എന്ന് പറയുന്നത് നമുക്കൊരു പോയിന്റ്, ഒരു സിറ്റിക്കുള്ളിൽ തന്നെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു വലിയ ദീർഘദൂരം നമുക്ക് സഞ്ചരിക്കാൻ ഈ ഒരു മെട്രോ ട്രെയിനിൽ സാധിക്കില്ല. ഈ മെട്രോ ട്രെയിനെയാണ് നമ്മൾ മില്ലിമീറ്റർ വേവ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടവർ എന്ന് വിളിക്കുമല്ലോ, ആ ഒരു സിഗ്നൽ ആന്റിന, ആ ഒരു ആന്റിനയുടെ തൊട്ടടുത്ത് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്രേസി 1000 Mbps സ്പീഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇന്റർനെറ്റിലൊക്കെ കണ്ട ഇംഗ്ലീഷ് വീഡിയോസിലൊക്കെ കണ്ട് ആ ഒരു സ്പീഡ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ മില്ലിമീറ്റർ വേവ് അവൈലബിൾ ആയിരിക്കണം. ഇതിന്റെ പോരായ്മ എന്ന് പറയുന്നത് ഇതൊരു വലിയ ഡിസ്റ്റൻസ് ഈ ഒരു റേഞ്ചിന് കവർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു ടവറിന്റെ തൊട്ടടുത്ത് നിന്നെങ്കിൽ മാത്രമേ ഈ ഒരു സ്പീഡ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ദീർഘദൂരം ഓടുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ എന്ന് പറയുന്നത് സബ്-6 വേവ് ആണ്. എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാം. എത്ര ദൂരം എന്ന് പറഞ്ഞാൽ ടവറിൽ നിന്ന് കുറച്ച് അധികം ദൂരമാണെങ്കിൽ പോലും നമുക്ക് ഈ റേഞ്ച് കിട്ടും. പക്ഷേ റിലേറ്റീവ്ലി സ്ലോ ആയിരിക്കും. നമ്മൾ നേരത്തെ ആ പറഞ്ഞ മില്ലിമീറ്റർ വേവിന്റെ അത്രയും സ്പീഡ് കാണില്ല. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ 4Gയെക്കാട്ടിൽ ഒരു ചെറിയ സിഗ്നൽ ബൂസ്റ്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. സോ വലിയൊരു സ്പീഡ് നമുക്ക് ഈ ഒരു സബ്-6 വേവിൽ എക്സ്പീരിയൻസ് സാധിക്കില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സത്യം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഒരു 5-6 വർഷത്തിനുള്ളിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു മില്ലിമീറ്റർ വേവ് ഇന്ത്യയിൽ കിട്ടില്ല. അതായത് ഈ 1000 Mbps സ്പീഡൊക്കെയുള്ള ആ ഒരു സിഗ്നൽ നമുക്ക് ഇന്ത്യയിൽ കിട്ടില്ല. ഇന്ത്യയിൽ ആദ്യം ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് സബ്-6 വേവ് ആയിരിക്കും കിട്ടുന്നത്. അതുമാത്രമല്ല ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന എല്ലാ 5G സ്മാർട്ട് ഫോണുകളിലും മില്ലിമീറ്റർ സപ്പോർട്ട് ഇല്ല. അതായത് മില്ലിമീറ്റർ സിഗ്നൽസ് റിസീവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്ത സ്മാർട്ട് ഫോണുകളാണ് ഇതുവരെ ഇറങ്ങിയത് മുഴുവൻ. ഇതിൽ മുഴുവൻ സബ്-6 വേവുകൾ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ 5G വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു 5G സിം ഇട്ട് കഴിഞ്ഞാൽ 4Gയെക്കാട്ടിൽ ഒരു അല്പം സ്പീഡ് കൂടുതൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ ഇതുവരെ ഒറ്റ 5G ബാൻഡ് പോലും ലേലത്തിൽ പോയിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ജിയോയുടെ എക്സാമ്പിൾ എടുക്കാം, അല്ലെങ്കിൽ എയർടെൽ എടുക്കാം. ജിയോയ്ക്ക് ഒരു 1600 MHz ഫ്രീക്വൻസി ഉള്ള ഒരു റേഡിയേഷൻ പുറത്തു വിടണം, അതായത് ഒരു റേഞ്ച് പുറത്തു വിടണം. അതിനാദ്യം ജിയോ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ആ 1300 Hz ഫ്രീക്വൻസി പർച്ചേസ് ചെയ്യണം. സോ ഇങ്ങനെ പർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു ഫ്രീക്വൻസിയിൽ നമുക്ക് ട്രാൻസ്മിഷൻ നടത്താൻ പറ്റുകയുള്ളൂ. സോ ഇത്തരത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ് 29 ബാൻഡുകളാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തതിൽ വെറും 3 മാത്രമേ ഉള്ളൂ മില്ലിമീറ്റർ വേവ്. അതായത് നമ്മൾ ആ പറഞ്ഞ ആ ഒരു മെട്രോ ട്രെയിൻ, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കിട്ടുന്ന ആ ഒരു മില്ലിമീറ്റർ വേവ് ആകെ 3 മാത്രമേ ഉള്ളൂ. ബാക്കി 26 സബ്-6 തന്നെയാണ്. ഇതുവരെ ടെസ്റ്റ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ എയർടെലൊക്കെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നതും ഈ ഒരു സബ്-6 വേവിൽ തന്നെയാണ്. മില്ലിമീറ്റർ വേവ് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. ആവുകയാണെങ്കിൽ തന്നെ മിനിമം ഒരു 6 വർഷമെങ്കിലും എടുക്കും. സോ നിങ്ങൾക്ക് എന്താണ് 5G എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന്
എന്താണ് 5G എന്ന് മനസ്സിലായി കാണും. നമ്മൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു 5G എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ ഒരു 1 Gbps സ്പീഡിൽ എല്ലാവർക്കും ഇൻ്റർനെറ്റ് കിട്ടുമെന്ന്. സോ ഈ സബ് 6 മില്ലിമീറ്റർ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു തെറ്റിദ്ധാരണ മാറും. മിനിമം ഒരു 6 വർഷമെങ്കിലും എടുക്കും നമുക്ക് ഈ ഒരു ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഇന്ത്യയിൽ എത്താൻ. സോ ഇനിയാണ് ആ ചോദ്യം നിലനിൽക്കുന്നത്, നമ്മൾ ഇപ്പോൾ ഒരു 5G ഫോണുകൾ വാങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് റിയൽമി X7 ഉണ്ട്, പിന്നീട് MIയുടെ 10i ഉണ്ട്, പിന്നെ OnePlusന്റെ നോഡ് ഉണ്ട്, iPhone 12 ഉണ്ട്. ഈ ഫോണുകളിലെല്ലാം 5G ബാൻഡോട് കൂടിയാണ് വരുന്നത്. പക്ഷേ നിങ്ങളിവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ OnePlus നോഡിലാകെ ഒറ്റ ബാൻഡേ വരുന്നുള്ളൂ. റിയൽമി X7ൽ 5 ബാൻഡും iPhone 12ൽ 12 ബാൻഡും പിന്നീട് MI 10iൽ 2 ബാൻഡുമാണ് വരുന്നത്. ഈ ബാൻഡുകളെല്ലാം തന്നെ നമ്മുടെ സബ് 6ൽ വരുന്നതാണ്, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് അല്ല, സബ് 6ൽ തന്നെ വരുന്നതാണ്. പിന്നീട് ഒരു OTA അപ്ഡേറ്റ് വഴി ഇവർക്ക് ബാൻഡുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർ മില്ലിമീറ്റർ വേവ് പർച്ചേസ് ചെയ്യുമെന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. കാര്യം ഇവർക്കിപ്പോൾ ഒരു മില്ലിമീറ്റർ വേവ് പർച്ചേസ് ചെയ്യണം, അവർ ആ മോഡേൺ കമ്പനിക്ക് അവരൊരു തുക കൊടുക്കേണ്ടി വരും. നമ്മൾ ഇപ്പോൾ ഒരു കോപ്പിറൈറ്റ് സ്വന്തമാക്കണമെങ്കിൽ നമ്മളൊരു എമൗണ്ട് പൈസ കൊടുക്കുമല്ലോ, അതുപോലെ ഇവരും റോയൽറ്റീസ് കിട്ടണമെങ്കിൽ ഇവരും പൈസ കൊടുക്കണം. സോ അങ്ങനെ ഓരോ കമ്പനി അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മോഡേൺ കമ്പനീസിന് ഇങ്ങനെ റോയൽറ്റി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്രേസി ഹൈ സ്പീഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഫോണുകളിലെല്ലാം 5G ചിപ്പും 5G സപ്പോർട്ടും ഒക്കെ വന്നു കഴിഞ്ഞാലും നമ്മളുടെ നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാർ, അതായത് ജിയോ, എയർടെൽ, ഐഡിയ, ഇവരൊക്കെ നമുക്ക് 5G നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് 5G കിട്ടുകയുള്ളൂ. സോ അതിന് മിനിമം ഒരു 3 വർഷമെങ്കിലും എടുക്കുമെന്നാണ് വിചാരിക്കുന്ന. കാര്യം ഇതിന് മുന്നേ ഇറങ്ങിയ 2G, 3G, 4G ഇത് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്ത വർഷങ്ങളെടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ത്യയിൽ എത്ര താമസിച്ചേ ഇനി 5G വരത്തുള്ളൂ എന്ന്. സോ നമുക്ക് ഓരോ ജനറേഷൻ മൊബൈൽ നെറ്റ്വർക്കും ഏതൊക്കെ വർഷങ്ങളിലാണ് ഗ്ലോബലി വന്നതെന്നും ഇന്ത്യയിൽ എത്തിയെന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2G ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നത് 1991-ലാണ്. പക്ഷേ 1991 ലോഞ്ച് ചെയ്ത 2G ഇന്ത്യയിൽ എത്തുന്നത് 1995-ലാണ്. അതായത് ഏകദേശം 4 വർഷങ്ങളും എടുത്തു ഗ്ലോബലി 2G ഇറങ്ങിയിട്ട് 2G ഇന്ത്യയിലെത്താൻ. ഇനി 3Gയിലേക്ക് വരുമ്പോൾ 1998-ലാണ് ഗ്ലോബലി 3G ലോഞ്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞാണ് 2008-ലാണ് നമുക്ക് 3G ഇവിടെ അവൈലബിൾ ആവുന്നത്. 4Gയിലേക്ക് വരുമ്പോൾ 2008-ലാണ് 4G ലോഞ്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് 2015-ലാണ് നമുക്കിവിടെ 4G അവൈലബിൾ ആവുന്നത്. ഇപ്പോൾ നമ്മുടെ 5G എത്തിയിരിക്കുന്നു. 2020-ലാണ് 5G എത്തുന്നത്. ഇനി മിനിമം എങ്ങനെ പോയാലും ഒരു 2023-2024 കൂടി മാത്രമേ ഇന്ത്യയിൽ 5G എത്തുകയുള്ളൂ. സോ നമുക്ക് ഈ കണക്കുകളൊക്കെ വെച്ച് 2023 എത്തുമെന്ന് വിശ്വസിക്കാം. ഈ 2023 5G എത്തുമ്പോഴേക്കും നമ്മൾ മിനിമം ഒരു 2 ഫോണെങ്കിലും റീപ്ലേസ് ചെയ്യുന്ന സമയമാവും. അതായത് ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ഫോണുകളൊക്കെ എടുക്കുമ്പോൾ ഒരു ഫോണിൻ്റെ നല്ല ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 1 വർഷം മുതൽ 1.5 വർഷം വരെയാണ്. സോ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇനി ഒരു ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണും ഇത് കഴിഞ്ഞൊരു ഫോണും യൂസ് ചെയ്ത് അത് കഴിഞ്ഞെടുക്കുക 3ാമത് എടുക്കാൻ പോകുന്ന ഫോണിലേ നിങ്ങൾക്ക് ഒരു 5G സിം ഇടാൻ പറ്റുള്ളൂ. സോ ഇപ്പോഴേ അധികം പൈസ കൊടുത്തൊരു 5G ഫോൺ പർച്ചേസ് ചെയ്യുന്നതിൽ വലിയൊരു അർത്ഥമൊന്നുമില്ല. കാര്യം ആദ്യം ഇന്ത്യയിൽ 5G എത്തണം. സോ ഈ ഒരു 2022 അല്ലെങ്കിൽ 2023 5G എത്തുമ്പോഴത്തേക്ക് നമ്മളൊരു 5G ഫോൺ പർച്ചേസ് ചെയ്താൽ മതിയാവും. ഇപ്പോഴേ വാങ്ങിച്ചു വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുമെന്ന്. സോ എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ 5G എത്തട്ടെ എന്ന് വിശ്വസിക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. 5Gയെ പറ്റി എന്തെങ്കിലുമൊക്കെ മനസ്സിലായി, എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.